നിങ്ങളിൽ ഒട്ടുമിക്കവരും കണ്ടിട്ടുള്ളതും എന്നാൽ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഉറപ്പായും കണ്ടിരിക്കേണ്ടതുമായിട്ടുള്ള മികച്ച 3 കൊറിയൻ ഫീൽ ഗുഡ് സിനിമകളെ പറ്റിയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഗുഡ് ജോബ് 2014 ഇറങ്ങിയ ഈ സിനിമ പറയുന്നത് നമ്മുടെ നായകൻ ഒരു യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ പരാജയപ്പെടുകയും തുടർന്ന് അവൻ്റെ വീട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു പ്രത്യേക കാരണം കൊണ്ട് അവൻ കാടിനെ പറ്റിയും കാട്ടിലെ വിഭവങ്ങളെ പറ്റിയും പഠിക്കുന്ന ഒരു കോഴ്സ് അറിയാനിടയാവുകയും ആ കോഴ്സ് പഠിക്കുന്നതിന് വേണ്ടി അവൻ ദൂരെയുള്ള ഒരു ഗ്രാമത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. അങ്ങനെ അവനും ആ ഗ്രാമത്തിലെ ഒരാളായി മാറുകയാണ്. അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഭക്ഷണ രീതിയും സംസ്കാരവും എല്ലാം അവൻ്റേത് കൂടിയായി മാറുകയാണ്. തുടർന്ന് നടക്കുന്ന ചില രസകരമായ സംഭവങ്ങളിലൂടെ സിനിമ പുരോഗമിക്കുകയാണ്. ലിറ്റിൽ ഫോറസ്റ്റ് 2018 ഇറങ്ങിയ ഈ സിനിമ ഒട്ടുമിക്കവരും കണ്ടിരിക്കും, എങ്കിലും കാണാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടാകും. കഥയിലേക്ക് വന്നാൽ നമ്മുടെ നായിക നഗരത്തിലെ മടുപ്പേറിയ ജീവിതം കളഞ്ഞിട്ട് താൻ ജനിച്ചു വളർന്ന തൻ്റെ അമ്മയുടെ ഗ്രാമത്തിലേക്ക് വരുന്നതാണ്. അവിടെ വരികയും അവിടെ കൃഷി ചെയ്ത് അവൾ സ്വന്തമായിട്ട് ഭക്ഷണം പാകം ചെയ്ത് ഒറ്റയ്ക്കൊരു വീട്ടിൽ കഴിയുന്നതും പിന്നെ ഗ്രാമത്തിന്റെ ഭംഗിയും അവളുടെ പഴയ കൂട്ടുകാരും എല്ലാവരും കണ്ടുമുട്ടുന്നത്, ഇതൊക്കെയാണ് കഥ പറയുന്നത്. കൊറിയൻ ഗ്രാമങ്ങളുടെ തനതായിട്ടുള്ള ഭംഗി ആസ്വദിക്കണമെങ്കിൽ ഈ സിനിമ കാണുന്നു. അത്ര മനോഹരമായിട്ടാണ് ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫി നിർവഹിച്ചിരിക്കുന്നത്. കാസ്റ്റവേ ഓൺ ദ മൂൺ 2009 ഇറങ്ങിയ ഈ സിനിമ പറയുന്നത് നമ്മുടെ നായകൻ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് ജീവിതം മടുത്തിരിക്കുകയാണ്. അങ്ങനെ അയാൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരു പുഴയിലേക്ക് എടുത്ത് ചാടുകയും നീന്തലറിയാത്ത അയാൾ ഒഴുക്കിൽപ്പെട്ട് ഒരു ദ്വീപിൽ അകപ്പെടുകയും ചെയ്യുന്നു. ശേഷം ആ ദ്വീപിൽ വെച്ച് ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടുകയും അവർ തമ്മിൽ പ്രണയത്തിലാവുകയും അതിനുശേഷം നടക്കുന്ന ചില സംഭവങ്ങളിലൂടെ സിനിമ പുരോഗമിക്കുകയും ചെയ്യുന്നു. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഈ 3 സിനിമകളുടെയും സിനിമാറ്റോഗ്രാഫിയാണ്. ഒരു കൊറിയൻ ഗ്രാമത്തെ എത്രത്തോളം മനോഹരമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് ഈ സിനിമയിലെ സിനിമാറ്റോഗ്രാഫി കണ്ടാൽ നമുക്ക് മനസ്സിലാവും. കൊറിയയിലെ പച്ചപ്പ് നിറഞ്ഞ ഗ്രാമപ്രദേശങ്ങളും അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൃഷിയും ഭക്ഷണ രീതിയും ഇതെല്ലാം കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു കൊറിയൻ സിനിമാ പ്രേമിയാണ് നിങ്ങളെങ്കിൽ ഒരിക്കലും ഈ 3 സിനിമകളും നിങ്ങളെ നിരാശരാക്കില്ല. ഈ സിനിമകളെല്ലാം തന്നെ നമ്മളൊന്ന് ഡിപ്രഷൻ അടിച്ചോ മൂഡ് ഓഫ് ആയൊക്കെ ഇരിക്കുമ്പോൾ കാണാൻ പറ്റുന്ന സിനിമകളാണ്. അത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും.